പാലക്കാട് വോട്ടിന് പണം എന്നതിന് പുറമെ വോട്ടിന് സാരി വിവാദവും ഇപ്പോൾ ഉണ്ട്. നേരത്തെ CPMന്റെ നിതിൻ കണിച്ചേരി പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി BJP സാരികൾ വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇതേക്കുറിച്ചുള്ള ദൃശ്യങ്ങളും പുറത്തുവിടുകയാണ് ഇപ്പോൾ എതിർ മുന്നണിയിലുള്ള പ്രവർത്തകർ എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസ് ആണ് വോട്ടിന് പണം നൽകുന്നു BJP എന്നുള്ള ആരോപണം ശക്തമാക്കുകയും അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും. അതിനെ പ്രതിരോധിക്കുവാൻ BJP ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടിന് സാരി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി, NMR റസാഖ് പോരാട്ടം കനക്കുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള നീക്കം ശക്തമാകുന്നത്. അതേസമയം ഇതിന് മറുപടി പറയേണ്ടത് ശോഭാ സുരേന്ദ്രനാണ്. BJP പല വീടുകളിലും സാരികൾ വിതരണം ചെയ്തെന്ന് കോൺഗ്രസും CPMും ആരോപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തമാക്കുവാനാണ് മുന്നണികളുടെ തീരുമാനം. നേരത്തെ ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പ്രതികരിച്ചിരുന്നു. KC വേണുഗോപാലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അയോഗ്യയാക്കണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുകയാണ് UDFും LDFും. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. സാരികൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിടുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ സാരികൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിന് പണം, വോട്ടിന് സാരി, ഇങ്ങനെ ഉപഹാരങ്ങൾ നൽകി വോട്ട് സ്വരൂപിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ജയിക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഇങ്ങനെ വോട്ടർമാരെ പണം കൊടുത്തും ഉപഹാരങ്ങൾ നൽകിയും സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് UDFും LDFും ആരോപിക്കുകയാണ്. CB അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, വോട്ടിന് പണം, അത് ഇപ്പോൾ പ്രതിരോധിക്കുവാൻ BJP പാടുപെടുന്നു. ആ സമയത്ത് ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ഫോട്ടോകൾ പുറത്തു വന്നിട്ടുള്ളത്? മഞ്ജുഷ, പാലക്കാട് BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. നേരത്തെ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കോൺഗ്രസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ സാരി നൽകുന്നതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ഏത് തരത്തിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കത്തെ BJP ന്യായീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ പല മരണ വീടുകളിലും അതേപോലെ മറ്റിടങ്ങളിലൊക്കെ പണം, ക്ഷേത്രങ്ങളിലൊക്കെ പണം BJP ആരും വിതറുന്നതായിട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കുന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ തെളിവുകളൊന്നും പുറത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാരി നൽകുന്നതിൻ്റെ ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ച് വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ ഉപഹാരങ്ങളും പണവും നൽകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്, വോട്ടിങ്ങിന് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രതിരോധിക്കാൻ പാടുപെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിന് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം ഈ 3 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ BJP ജില്ലാ നേതൃത്വമായിരിക്കാം ഇതിൽ വിശദീകരണം നൽകുന്നുണ്ടായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും BJP ഈ കാര്യത്തിൽ ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും ദൃശ്യങ്ങളും അതേപോലെ ഫോട്ടോകളും ഒക്കെ തെളിവുകളായി പുറത്തു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൻ്റെ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് പണം നൽകി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപമായിട്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ BJPക്ക് ഇത് വലിയ ഒരു തലവേദനയാകും, വലിയ തിരിച്ചടി നൽകാനുള്ള സാധ്യത തന്നെയാണ് ഈ വിഷയങ്ങൾ നൽകുന്നത്. ശരി, ഏതായാലും ഈ ദൃശ്യത്തിൽ ഈ സാരി കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ ആ കാര്യങ്ങൾ കൂടി പുറത്തുവിടും എന്ന് തന്നെ ഇപ്പോൾ കരുതുകയാണ്. ഇത് BJP പ്രവർത്തകരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെയും CPMന്റെയും ഒക്കെ ആരോപണം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമായിരുന്നു നേരത്തെ വോട്ടിന് പണം എന്നുള്ള ആരോപണം. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പണം നൽകുന്നതും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ പണം കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിലേക്ക് നടന്നു വരുന്നതും വാഹനത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. ഇതിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ വിശദീകരണം തന്നെ കോൺഗ്രസ് നേതാക്കൾ പിന്തുടർന്നു വന്ന് ദൃശ്യങ്ങൾ പകർത്തി അത് തെറ്റായ രീതിയിൽ ആണ് എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഇതിനകം ശോഭാ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത്. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളെ ശോഭാ സുരേന്ദ്രൻ കാണും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.